ഹായ്, ഹോർഡിംഗ് ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടോ? ഹോർഡിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ ഉപയോഗശൂന്യമായിട്ടുള്ള പല സാധനങ്ങളും ഇങ്ങനെ വീട്ടിൽ ഡംപ് ചെയ്യും. അത് കിച്ചണിലായിക്കോട്ടെ, ബെഡ്റൂമിലായിക്കോട്ടെ, വീട്ടിലുള്ള മറ്റു പല സ്ഥലങ്ങളിലും ഉപയോഗശൂന്യമായ, അതായത് ഒരു രീതിയിൽ നമുക്ക് നന്നാക്കി പോലും എടുക്കാൻ പറ്റാത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഡംപ് ചെയ്യും. അതിപ്പോ ഈവൻ ഒരു പേപ്പർ ആയാലും ശരി, എന്തെങ്കിലും ഒരു പാത്രത്തിന്റെ പീസസ് ആയാലും ശരി, കപ്പ ഒടിഞ്ഞതായാലും ശരി, ഉപയോഗശൂന്യമായ എന്ത് സാധനവും ഇവർ ഡംപ് ചെയ്ത് വെക്കും. അത് ഇവർക്ക് കളയാനോ ആർക്കെങ്കിലും കൊടുക്കാനോ ആക്രിക്ക് കൊടുക്കാനോ പോലും ഇവർക്ക് മടിയായിരിക്കും. ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം ഇവർക്ക് മറ്റുള്ളവർ, അതായത് ബന്ധുക്കളായിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ വീട്ടിൽ വരുന്നതിനോട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരിതെല്ലാം കാണുമല്ലോ എന്ന് അവർക്ക് തിരിച്ചറിവുണ്ട്. പക്ഷെ ഇവർക്ക് ഈ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് മടിയാണ്. ഇവരുടെ ഈ സ്വഭാവം കാരണം ഇവർക്ക് പലപ്പോഴും ജോലിസ്ഥലത്തും മറ്റ് സമൂഹത്തിലും ഒക്കെ പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇവര് നാളെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കാത്ത് വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഹോർഡിംഗ് ഡിസോർഡറിന് CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, സ്കിൽ ട്രെയിനിങ്, അങ്ങനെ പലതരം ട്രീറ്റ്മെന്റ് കൊണ്ടും മെഡിക്കേഷൻ കൊണ്ടും ഇതിന് മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ പരിചയത്തിലോ ബന്ധുക്കളിലോ കുടുംബത്തിലോ ആർക്കെങ്കിലും ഈ ഹോർഡിംഗ് ഡിസോർഡർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാം.